സിജീസ് കളക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടിപ്പുമായിട്ടാണ്. അതും ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് സൂപ്പർ ടിപ്പായിരിക്കും കേട്ടത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് ഡ്രൈ സ്കിൻ ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഉപയോഗിച്ച് എനിക്ക് സക്സസ് ആയ ഒരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നത്. ഞാൻ ഇതുപോലെ വേറൊരു വ്യക്തി പറയുന്നത് കേട്ടിട്ട് ഞാൻ ചെയ്തു നോക്കിയതാ. പക്ഷെ സംഭവം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് പറയുന്നത്. നിങ്ങൾ ഒരുപക്ഷെ ഇത് അറിഞ്ഞിട്ടുണ്ടായിരിക്കാം, കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ കേൾക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ഉപയോഗത്തിലാവുന്ന ഒരു ടിപ്പാണ്. ഇപ്പൊ ഈ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് കാറ്റുകാലായാലും മഞ്ഞുകാലമൊക്കെ ആയാല് സ്കിന്നൊക്കെ ഇങ്ങനെ വിള്ളണ പോലെ, അതുപോലെ വലിയ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ടാവും. കാരണം എനിക്കത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് പറയണത്. ഇപ്പൊ മഞ്ഞല്ലേ, ഇപ്പൊ ഈ ഡിസംബറൊക്കെ വരുമ്പോൾ നല്ല മഞ്ഞുള്ള സമയമല്ലേ, അപ്പൊ അവർക്കൊക്കെ നല്ല പോലെ ബുദ്ധിമുട്ടുണ്ടാവും ഈ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക്. അതാരും അങ്ങനെ പറയില്ല. വെച്ചാല് നമുക്ക് ഡ്രൈ ആവുമ്പോൾ നമ്മുടെ സ്കിന്ന് വല്ലാണ്ട് ഇങ്ങനെ വിണ്ട പോലെയൊക്കെ ആയിട്ട് വരും. അപ്പൊ അത് മറ്റുള്ളവർ കാണുമ്പോൾ നമുക്കൊരു ഷെയിമായിട്ട് തോന്നും. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മളത് കാണിക്കാൻ ശ്രമിക്കില്ല. പക്ഷെ അവർക്ക് നല്ലപോലെ ഉപയോഗത്തിലാകുന്ന ഒരു ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുള്ളവരാണെങ്കിൽ ക്ഷമിക്കുക, കേൾക്കാത്തവർക്ക് അത് അയച്ചു കൊടുക്കുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൊടുക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള കമന്റ് തരണം. ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമ്മുടെ ഈ ടിപ്പിന്റെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഇതാ ഈ റോസ് വാട്ടറും അതുപോലെ തന്നെ ഗ്ലിസറിനും ആണ്. ഇപ്പൊ ഈ റോസ് വാട്ടർ 120 ml റോസ് വാട്ടർ ആണ്. അതും ബെഞ്ചാരാസിന്റെ ആണ് ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോ ബെഞ്ചാരാസിന്റെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇതിപ്പോ എനിക്ക് ഹസ്ബൻഡിന്റെ ഈ കോസ്മെറ്റിക്സിന്റെ ഒക്കെ ഷോപ്പായ കാരണം കൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഇതില് 120 ml ആണ് റോസ് വാട്ടർ വരുന്നത്. അതുപോലെ തന്നെ ഈ ഗ്ലിസറിൻ, ഇത് നമ്മൾ ഈ സാധാരണ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ആരും ഈ ഗ്ലിസറിൻ മേടിക്കണ്ട. അത് നല്ല കട്ടിയുള്ള കൊഴുത്ത ഗ്ലിസറിൻ അല്ലേ വരുന്നത്. അതല്ല നമുക്ക് ഇതിന് ആവശ്യം. ഇത് ഈ ഫാൻസി കടയിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഗ്ലിസറിൻ ആണ് കേട്ടോ. ഞാൻ ഇതിന്റെ ഫോട്ടോ നല്ല കറക്റ്റ് ആയിട്ട് ഈ വീഡിയോന്റെ ലാസ്റ്റ് ഇട്ട് തരാം. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണിച്ചു കൊടുത്തിട്ട് മേടിക്കാലോ. അപ്പൊ അത് കാരണം കൊണ്ട് ഇതിലിപ്പോ ഇതിന്റെ നെറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 60 ഗ്രാം എന്നാണ് ഇതിൽ എഴുതിയിരിക്കണേ. ഇതിപ്പോ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ റോസ് വാട്ടറിലേക്ക് നമ്മൾ ഈ ഒരു ഗ്ലിസറിന്റെ പകുതി മിക്സ് ചെയ്യണം. അത് മറ്റൊരു കുപ്പി കാലിക്കുപ്പി നമ്മൾ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നല്ല വൃത്തിയുള്ള സ്റ്റെറിലൈസ് ആയിട്ടുള്ള നല്ലൊരു ബോട്ടിലായാൽ മതി കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഈ 120 ഞാൻ ചെയ്തതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. ഇപ്പൊ ഈ 120 ml ഈ ഒരു ബോട്ടിലേക്ക് ഞാൻ ഇതിന്റെ 60 ഗ്രാം നെറ്റ് വെയിറ്റ് പറയുന്ന ഈ ഗ്ലിസറിന്റെ പകുതി മിക്സ് ചെയ്തു. പകുതി മിക്സ് ചെയ്തിട്ട് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കുളിയൊക്കെ കഴിയുമ്പോൾ സ്കിന്നൊക്കെ നനഞ്ഞ് നല്ല പോലെ അങ്ങനെ കുളിർത്ത് കിടക്കുന്ന ഒരു സമയമല്ലേ. അപ്പൊ ആ സമയത്ത് നമ്മളിത് പരത്തിയിടാം. അത് വെയിലത്ത് പോകുന്ന സമയത്ത് നമ്മളിത് പരത്തിയിടണ്ട. കാരണം വെയിലിന്റെ ഇത് വല്ലാണ്ട് എയിമാവില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് വെയിലിന്റെ സമയത്ത് ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണേ. ഞാൻ ഇപ്പൊ കുളി കഴിഞ്ഞ് രാത്രി ഇപ്പൊ നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുൻപ് ഇത് പരട്ടിയിടുക. അതിപ്പോ കയ്യമ്മയോ കാലുമ്മയോ ചുണ്ടുമ്മ നമ്മൾ പരട്ടണ്ട. അല്ലാണ്ടുള്ള ഭാഗങ്ങളിൽ എവിടെയാണെങ്കിലും നമുക്കിത് പരട്ടിയിടാം. ഇത് പരട്ടി കഴിഞ്ഞാല് നല്ലൊരു തണവ് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഗ്ലിസറിൻ പകുതി മിക്സ് ചെയ്യുന്ന കാരണം കൊണ്ട് നമ്മുടെ സ്കിന്ന് എപ്പോഴും ഇങ്ങനെ കുളിർത്ത് കിടക്കണ മാതിരി നമുക്ക് തോന്നും. ചിലപ്പോൾ ഫാനിന്റെ കാറ്റൊക്കെ വരുമ്പോൾ നല്ല തണവ് ഫീൽ ചെയ്യും കേട്ടോ ഒരുപക്ഷെ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഈ പകുതി ഗ്ലിസറിൻ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല പോലെ തണവ് ഫീൽ ചെയ്യണു, അതുപോലെ കാലിങ്ങനെ കൊച്ചി പിടിക്കുക, അങ്ങനെയൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ തോന്നാം. കാരണം ഫസ്റ്റ് ടൈമിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിരുന്നു. ഞാൻ നല്ല പോലെ പകുതി മിക്സ് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ ഒരു തണവ് ഒരു പ്രശ്നമായതുകൊണ്ട് എനിക്ക് അങ്ങനെ കൊച്ചി പിടിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് അതിന്റെ ക്വാണ്ടിറ്റി കുറച്ചു. ഇപ്പൊ പകുതി എന്നുള്ളത് ഞാനൊരല്പം കുറച്ചു. അത് കറക്റ്റ് അളന്നിട്ടൊന്നല്ല, ഞാനൊരു കുറച്ച് ഗ്ലിസറിൻ കുറച്ചു. എന്നിട്ട് ഞാൻ മിക്സ് ചെയ്തു. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്കത് കറക്റ്റായി, കുഴപ്പമില്ല. എനിക്ക് അങ്ങനെ തണവിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മൾ കാല് വല്ലാതെ കുളിർത്ത് കിടക്കുക അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ പരട്ടിയിടുക. രാത്രി കിടക്കുന്നതിന് മുൻപ് പരട്ടിയിടുക. എന്നിട്ട് പിന്നെ അത് പെട്ടെന്ന് തന്നെ വറ്റിപ്പോയിക്കോളും. നമ്മൾ പരട്ടിയിട്ട് കഴിഞ്ഞാൽ അധികം വൈകാണ്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അത് വറ്റിപ്പോയിക്കോളും. പിന്നെ സാധാ പോലെ ആയിരിക്കും, നമുക്ക് കിടന്നുറങ്ങാം. പിന്നെ നേരം വെളുത്ത് നോക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ല മാറ്റം ഉണ്ടായിരിക്കും. ഇതിപ്പോ ഒരു ദിവസം തന്നെ പരട്ടുമ്പോഴത്തേന് നല്ല പോലെ ഡ്രൈ ആയവര് ഒരു ദിവസം തന്നെ പരട്ടുമ്പോഴേക്കും പിറ്റത്തെ ദിവസം നല്ല പോലെ സോഫ്റ്റ് ആയി കിട്ടും എന്നല്ല ഞാൻ പറഞ്ഞത്.
ഇതിപ്പോൾ ഒരാഴ്ചയെങ്കിലും അടുപ്പിച്ച് പുരട്ടുക. ഒരാഴ്ചയെങ്കിലും അടുപ്പിച്ച് പുരട്ടിയാലേ നമുക്കതിനുള്ള റിസൾട്ട് കിട്ടും. ഞാൻ ഈ സംഭവം ഒരാഴ്ച നല്ല പോലെ അടുപ്പിച്ച് പുരട്ടി. അത് ഞാൻ ഈ ഹാഫ് മിക്സ് ചെയ്തിട്ടാണ് അങ്ങനെ ഉപയോഗിച്ചത്. അങ്ങനെ ഉപയോഗിച്ചിട്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേന് നമ്മുടെ സ്കിന്നിൽ നല്ല വ്യത്യാസം വരും. നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ തന്നെ നമുക്ക് തോന്നും ഇതിനെ എന്തോരം നമുക്ക് മിക്സ് ചെയ്യണം, എന്തോരം മിക്സ് ചെയ്യണ്ടെന്ന് നമുക്ക് തന്നെ ഒരു കാൽക്കുലേഷൻ കിട്ടും. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ എന്തായാലും ഇതിന് നെഗറ്റീവ് വശം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പ്രത്യേകമായിട്ട് ഞാനത് പറയുന്നത്. ഇപ്പോൾ ഈ മഞ്ഞ സമയത്ത് നല്ല പോലെ ബുദ്ധിമുട്ടുണ്ടാവും ഡ്രൈ സ്കിന്നുകാർക്ക്. അപ്പോൾ അങ്ങനെ ഉണ്ടാവണ്ട. അപ്പോൾ അവർക്ക് ഇത് അറിയാത്തൊരു ടിപ്പാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗത്തിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിത് പറയണത്. അപ്പോൾ മറക്കണ്ട, ഇതിപ്പോൾ റോസ് വാട്ടർ ആണ്. ഇപ്പോൾ ഇത് ബഞ്ചാരാസിന്റെ റോസ് വാട്ടർ ആണിത്. ഈ റോസ് വാട്ടർ 120 ml ബോട്ടിലാണിത്. ഇതിപ്പോൾ ഇതാ ഞാൻ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഇതാ ഇത്രത്തോളം ആയിട്ടുണ്ട്. കണ്ട, ഇത്ര. ഇനി ഇതും കൂടെ ഉള്ളൂ ഇതിൽ ഉപയോഗിക്കാൻ. ഇത് കഴിഞ്ഞാൽ അടുത്ത ബോട്ടിൽ മിക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരു ബോട്ടിൽ അതിലേക്ക് ഈ ഒരു ഗ്ലിസറിന്റെ പകുതി മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അത് നല്ല പോലെ ഡ്രൈ ആണ്. ഇപ്പോൾ ചിലർക്ക് കാലൊക്കെ കാറ്റുകാലൊക്കെ വരുമ്പോൾ ചിലർക്ക് നമ്മൾ ഈ പാടം കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് പാടം ഇങ്ങനെ ഉണങ്ങി കിടക്കില്ലേ, അതുപോലെ ഇങ്ങനെ വിണ്ട് കിടക്കുന്നുണ്ടാവും. ചിലർക്ക് ഉണ്ടാവലുണ്ട്, കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ. അതുകൊണ്ട് പറയാം, അങ്ങനെ വിണ്ട് രീതിയിലായിട്ടുണ്ടാവും. എനിക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടില്ല, അത്രയത്തിൽ ഉണ്ടായിട്ടില്ല. അവർക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതായത് പകുതി മിക്സ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാഴ്ചയെങ്കിലും അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം കാണാൻ പറ്റും കേട്ടോ. കാരണം അവിടെ ആ സ്കിന്നിനുള്ള വലിച്ചിൽ നമുക്ക് ചൊറിച്ചിലൊക്കെ ഫീൽ ചെയ്യും. അപ്പം നമ്മൾ നന്നായിട്ട് മാന്തും, അപ്പോൾ അവിടെ പൊട്ടും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവലുണ്ട്. ഈ ഡ്രൈ സ്കിന്നുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണേ. പക്ഷെ അവർ ആദ്യം അങ്ങനെ പുറത്തേക്ക് അധികം പറയില്ല. അപ്പം അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് രഹസ്യമായി തന്നെ ഉപയോഗിക്കാവുന്ന ഒരു സംഭവമാണിത്. പരസ്യമായാലും രഹസ്യമായാലും നമുക്ക് അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കും ഉപയോഗത്തിലാവാൻ നെഗറ്റീവ് വശങ്ങൾ ഇല്ലെങ്കിൽ, എനിക്കിതുവരെ നെഗറ്റീവ് വശങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതിൻ്റെ ഭാഗത്തുനിന്ന്. അതുകൊണ്ട് തന്നെ നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനും ഇതുപോലെ ഒരു വ്യക്തി പറയുന്നത് കേട്ടിട്ട് ഞാൻ ഉപയോഗിച്ച് നോക്കിയതാണ്. അപ്പോൾ എനിക്കൊരു പോസിറ്റീവ് റിസൾട്ട് ആയാൽ ഇത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഞാൻ കേട്ട പോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും അതുപോലെ കേട്ടിട്ടൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മളെല്ലാവരും എല്ലാതും അങ്ങോട്ട് വിശ്വസിച്ചോളണമെന്നില്ലല്ലോ. അപ്പോൾ എന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഈ ഉപയോഗിച്ചത് സക്സസ് ആയതൊരു സംഭവമാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതുവരെ നെഗറ്റീവ് വശങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ അകത്തോട്ട് പോവാണ്ട് ശ്രദ്ധിക്കുക, വായിലോട്ടൊന്നും പോകരുത്. വായിലോട്ടൊന്നും പോവാണ്ട് ശ്രദ്ധിക്കുക. കുട്ടികൾക്കൊന്നും തന്നെത്താനെ കൈകാര്യം ചെയ്യാനായിട്ട് ഇത് കൊടുക്കരുത്. കാരണം അവർ വായിലോട്ട് കളയുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ മാക്സിമം കുഞ്ഞു കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് അവർക്ക് പുരട്ടി കൊടുക്കുക. അത് വെച്ചാൽ കുട്ടികൾക്ക് തന്നെ പുരട്ടി കൊടുക്കുമ്പോൾ അവരുടെ വായിലേക്ക് ഇത് പോവോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് പോയാലുണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താന്നുള്ളത് എനിക്കിതുവരെ അനുഭവമില്ലാത്തതുകൊണ്ട് എനിക്കത് പറയാനും പറ്റില്ല. അത് കാരണം കൊണ്ട് നമ്മൾ കുട്ടികൾക്ക് നമ്മൾ പുരട്ടി കൊടുക്കുക. വലിയവർക്കാണെങ്കിൽ എന്താ പറയുക, ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും നല്ല പോലെ ഉപയോഗിക്കാവുന്ന ഒരു ഐറ്റമാണ് കേട്ടത്. അപ്പം ഇതിൻ്റെ ഫോട്ടോസ് ഞാനിത് കഴിഞ്ഞിട്ട് വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ഇടാം. അപ്പം നിങ്ങൾ അങ്ങനെ ചോദിച്ച് മേടിച്ചോ. ഇപ്പം ഇതിൽ ബഞ്ചാരാസിൻ്റെ സോഫ്റ്റ് ആൻഡ് യങ് പ്രീമിയം റോസ് വാട്ടർ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ആൽക്കഹോൾ ഫ്രീ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് ഇതുമ്മേ. പിന്നെ 120 ml ആണ് ഈ ഒരു ബോട്ടിൽ. ഇതിലേക്ക് ഈ പറയണ പ്യുവർ ഗ്ലിസറിൻ എന്ന് പറയണ ഈ ഒരു ഫാൻസി കടയിലൊക്കെ കിട്ടുന്ന ഫാൻസി കടയിലൊക്കെ കിട്ടുന്ന ഈ ഒരു ഗ്ലിസറിൻ്റെ ബോട്ടിൽ. ഇത് ഹാഫ് മിക്സ് ചെയ്യുക. നല്ല പോലെ ഉണ്ടെങ്കിൽ ഹാഫ് മിക്സ് ചെയ്യുക. നേർപകുതി മിക്സ് ചെയ്തിട്ട് ഒരാഴ്ചയെങ്കിലും ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലിസറിൻ്റെ അളവ് നമുക്ക് അനുയോജ്യമായ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഗ്ലിസറിൻ്റെ അളവ് കുറച്ച് മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ല, സ്കിന്നിന് നല്ല സോഫ്റ്റായി, നമുക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ല എന്ന് കാണുമ്പോൾ നമ്മൾ ഗ്ലിസറിൻ്റെ അളവ് ജസ്റ്റ് ഒന്ന് കുറച്ചു. അങ്ങനെ ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പിന്നെ വെയിലത്തേക്ക് പോകുമ്പോൾ ഉപയോഗിക്കാതിരിക്കുക. കാരണം വെയിലത്ത് പോകുമ്പോൾ അത് ഉപയോഗിക്കണ്ട. എന്ന് വെച്ചാൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ ഇനി ഇതിന് വേറൊരു നെഗറ്റീവ് വശം വരുമെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല, ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ മാക്സിമം സൂര്യപ്രകാശത്തേക്ക് പോകുമ്പോൾ അത് ഉപയോഗിക്കാൻ നിൽക്കണ്ട. രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇത് പുരട്ടിയിട്ട് കിടക്കുക. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഈ ഒരു ടിപ്പ് ഇത്രയും ഒരു വീഡിയോ ആയിട്ട് വിശദമായിട്ട് ചെയ്തത് എന്തിനാന്ന് പലർക്കും തോന്നാം.
അതെന്താന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നാലാണ് എനിക്കൊരു തൃപ്തി കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത് വിശദമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ചത്. ഷോർട്സ് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ, പക്ഷെ ഞാനത് ഉപയോഗിക്കാഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇത് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും ഉപയോഗത്തിലാവട്ടെ. പിന്നെ നിങ്ങൾക്ക് ഞാനിങ്ങനെ ടിപ്സുകളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് അതിന് നല്ല നല്ല കമന്റുകൾ തരാം. അപ്പൊ നമുക്ക് കൂടുതൽ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എനിക്ക് മനസ്സിലാവുമ്പോഴല്ലേ എനിക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ ടിപ്പ് ഇടുമ്പോൾ അത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല എന്നല്ല ചിന്തിക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല നല്ല കമന്റുകൾ ഇടുമ്പോൾ എനിക്ക് ഓക്കെ, അടുത്ത നല്ലൊരു ടിപ്പ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് ഞാനിങ്ങനെ പരതി നടക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു അടുത്ത ടിപ്പ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പൊ അത് മറക്കാതിരിക്കുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക, ബെല്ലൈക്കൻ കൊടുക്കാൻ ഒട്ടും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നല്ലൊരു ടിപ്പുമായിട്ട് ഇതുപോലെ വേറെ നിങ്ങൾക്ക് ഉപയോഗത്തിലാവുന്ന നല്ലൊരു ടിപ്പുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.